ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കടലക്കറി റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് ഈ കടലക്കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കടലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ചുവന്ന കടല ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 5-6 വെളുത്തുള്ളി നീളത്തിലൊന്ന് കീറിയത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10-20 ചുവന്നുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുവന്നുള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കടലക്കറിക്ക് കിട്ടുക, നല്ല കൊഴുപ്പും ഉണ്ടാവുമേ. ഇനി ഒരു സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോരുത്തരത്തെയും കടലയ്ക്ക് പ്രത്യേകം വേവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കണേ. ഇപ്പം ഞാൻ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഗ്യാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ എടുക്കാം. ഒരു ബൗളിലോട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇത്ര എടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് കളറ് മാറി ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണേ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം. നന്നായിട്ട് ഈ പൊടികളൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി വളരെ പെട്ടെന്ന് തയ്യാറായിട്ടുണ്ട്. ഞാനൊരു സർവിങ് ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.